ഭരിച്ചവർ തോറ്റു തൊപ്പിയിട്ടു. പ്രതിപക്ഷത്തിരുന്നവർ ഇനി അധികാരത്തിലേക്ക്. അപ്രതീക്ഷിതമായി BJP-യുടെ അക്കൗണ്ട് തുറക്കൽ. ട്രോളാകുമ്പോൾ അത് ഇങ്ങനെയിരിക്കും. ആര് പറഞ്ഞിട്ടും മനസാക്ഷിയുടെ കരുത്തിൽ ഇത്രനാളും പിടിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഇനി പടിയിറങ്ങാതെ രക്ഷയില്ല. അപ്പോഴേക്കും പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലെത്തി. പിന്നെ പിണറായിയുടെ ആത്മഗതം. ഇടതുപക്ഷം വന്നു. ഇനിയുള്ള 5 വർഷക്കാലം അവരുടെ കലാപരിപാടികൾ മുടങ്ങാതെ ഉണ്ടാകുമെന്നും ചില ട്രോളുകളിൽ മുന്നറിയിപ്പ്. LDF വന്നതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇങ്ങനെ: ഉമ്മൻചാണ്ടിയും സംഘവും പടിയിറങ്ങുന്നു, പിണറായിയും സംഘവും പടി കയറുന്നു. ഇനി എത്താനുള്ളത് രാജഗോപാലാണ്. സഭയിലേക്ക് പോകാൻ വാഹനം ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വഴിയിൽ ചിലരങ്ങനെ കാത്തു നിൽക്കുന്നു. വാഹനം അറേഞ്ച് ചെയ്തവർ രാജേട്ടൻ എങ്ങനെ ജയിച്ചുവെന്നും പറഞ്ഞു തരും. പിന്നീട് ചിത്രം കൊണ്ടൊരു താത്വിക അവലോകനം. സഭാകവാടത്തിലെത്തുമ്പോൾ രാജേട്ടന് നിറയെ സംശയങ്ങൾ. പിന്നെ അത്ഭുതം. സ്വീകരിക്കാനെത്തുന്നവരുടെ പരിഭ്രമം. ഒപ്പം അഭിവാദ്യമർപ്പിക്കാൻ മറ്റു ചിലരും. അങ്ങ് വടക്കേ അറ്റത്ത് നിന്നും മോദിജിയോട് പറയുന്ന പരാതി ഇങ്ങ് തെക്കിരുന്ന് രാജേട്ടനും കേൾക്കാൻ കഴിയുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ വോട്ടിംഗ് മെഷീൻ ചതിച്ചതോടെ നേരമിരുട്ടി വിജയെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് ഒരു തലോടൽ. എന്തായാലും നിയമസഭയിലേക്ക് പടികടന്നെത്തുന്നവർ ജാഗ്രതി. ട്രോളന്മാർ നിങ്ങൾക്ക് പിന്നാലെയുണ്ട്. എല്ലാം ശരിയായില്ലെങ്കിൽ അവർ നിങ്ങളെ ശരിയാക്കും. ന്യൂസ് ഡെസ്ക്.